നിങ്ങൾക്ക് പരിശോധിച്ചാൽ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. മുമ്പത്തതുപോലെ ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ പ്രചാരവേല അത്രത്തോളമില്ല. ചിലർ കാപ്പയിലകത്തായി, ചിലർ പോലീസ് കേസിൽ പ്രതിയായി ജയിലിലടക്കപ്പെട്ടു. ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യം ഇക്കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ LDF സർക്കാരിൻ്റെ നടപടിയുടെ ഫലമായി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പയിനും സർക്കാർ സ്വീകരിച്ച നടപടിയും കൊട്ടേഷൻ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറേയേറെ കുറച്ചിട്ടുണ്ട്. അതാണ് സത്യം. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത് മിനിഞ്ഞാന്നാ എപ്പോഴാണ് വന്നത്? അതെ, ഈ ഏതാളുടെ ഭാഗത്തു നിന്നാണ് ഇദ്ദേഹം ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ബാധകമായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു കൊട്ടേഷൻ സംഘത്തെയും CPIM-ന്റെ സോഷ്യൽ മീഡിയ പ്രചരണം ഏൽപ്പിച്ചിട്ടില്ല. അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും പഴയ തന്നെ രേഖ കോട്ട് ചെയ്യുക. എല്ലാത്തിനും പഴയതെടുത്താൽ പിന്നെ സംശയമില്ല. മാന്യത നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത്. ശുഭ്രവസ്ത്രം ധരിച്ചാലൊന്നും ഇവരുടെ വികൃത മുഖം ഇല്ലാതാവില്ല. ഇവരുടെ ക്രൂരത മറച്ചുവെക്കാനും സമൂഹത്തിൽ നല്ല പിള്ള ചമിയാനുമാണ് ഇവരുടെ നീക്കം. ഇതൊന്നും വളരെ വ്യക്തമല്ല. നിങ്ങൾ വീണ്ടും മറ്റേത് കൊട്ടേഷനിലേക്ക് വരുമ്പോൾ കൊട്ടേഷൻ്റെ കാര്യം പറ. മറ്റതെല്ലാം ഞാൻ നേരത്തെ കുറേയേറെ സാധനം എടുത്ത് തന്നിട്ട് ഉദാഹരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ പാർട്ടിക്ക് ദോഷകരമായ പ്രവൃത്തികൾ ചെയ്ത്, എന്നാൽ ഇതാ കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയം എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അവർ പറയുന്ന പ്രചാരവേല ജനങ്ങൾ കണക്കാക്കേണ്ടതില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് അന്നേ പറഞ്ഞതാണ്, ഇന്നല്ല. അങ്ങനെ വന്ന സമയത്ത് അവർക്കെതിരെ നിലപാടെടുത്ത പരസ്യമായി പറഞ്ഞ ഒരാളാണ് ജില്ലാ പ്രസിഡന്റായിരുന്ന അനുതോമൻ. അതിനുശേഷം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒഴിവാകുന്നു, അംഗത്വം പുതുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഇതിനോട് സമരം ചെയ്യുകയാണ്, ഇത്തരം സംഘടനക്കെതിരെ സമരം ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ സമരസപ്പെട്ടാലേ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാകുന്ന മെസ്സേജാണ് തനിക്ക് കിട്ടിയത് അത്തരത്തിലുള്ള പരാതികൾ കൊടുത്തപ്പോഴെന്നാണ്. അത് മനു തോമസ് പറഞ്ഞു തന്നെ. 2021 ഫെബ്രുവരി 7 ലഹരി കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ യുവജന പ്രതിരോധം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുമ്പ് ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും, നിങ്ങൾ ഒരാളിയെ കണ്ടിട്ടുള്ളൂ, അവർ മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു. സംസ്ഥാന സെക്രട്ടറിയും മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു. ഇതെല്ലാം തന്നെ കേരളത്തിലെ പാർട്ടിയുടെയും DYFIയുടെയും കൊട്ടേഷൻ സംഘത്തോടുള്ള നിലപാട് വ്യക്തമാക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. ഇന്നലെ ഈ വാർത്തകൾ വന്നപ്പോൾ ഈ അർജുനായിട്ടത് ഇവിടെ തന്നെ ഉണ്ട്, ഓർമ്മിപ്പിക്കാൻ മാത്രം ഒരു ഫോട്ടോ കിട്ടുന്നത്. അയാൾ കൊട്ടേഷൻ സംഘത്തിൻ്റെ ആളാണല്ലോ. അങ്ങനെ അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അയാൾ ഇന്നല്ലെങ്കിൽ നാളെ കൊട്ടേഷൻ നടത്തുന്നയാളാണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുക. അല്ലാതെ അയാൾ ആഹ്ലാദിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായും ഏതൊരു പാർട്ടി സഖാവിനും പാർട്ടിയിലേക്ക് ദൈനംദിനമായി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും ഒരു ചൂഷണരഹിത വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും സാധിക്കും. ആരെയാ സ്വീകരിക്കാതെ കമ്മ്യൂണിസ്റ്റുകാർ? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇന്ന് നിലവിലുള്ള ചൂഷണ വ്യവസ്ഥ അവസാനിപ്പിച്ച് ഒരു ചൂഷണരഹിത വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള പാർട്ടിയുടെ ജനകീയ ജനാധിപത്യ വിപ്ലവ പരിപാടിയും അംഗീകരിക്കണം, പാർട്ടി ഭരണഘടനയും അംഗീകരിക്കണം. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണുള്ളത്.